മൂന്നാർ ടൗണിൽ കാൽനട യാത്രക്കാർക്കായി ഒരുക്കിയ ഫുട്പാത്തുകൾ അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടവും കൈയടക്കിയതോടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് തിരക്കേറിയ റോഡിലൂടെ ജീവൻ പണയം വെച്ച് നടക്കേണ്ട അവസ്ഥയാണ്. ദിവസേന അപകട സാധ്യത ഉയരുമ്പോഴും ഫലപ്രദമായ നടപടി എവിടെയെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. മൂന്നാർ ടൗണിലെ ഫുട്പാത്തുകൾ ഇന്ന് കാൽനട യാത്രക്കാർക്ക് ഉപയോഗിക്കാനാകാത്ത നിലയിലാണ്. മാട്ടുപ്പെട്ടി റോഡ് ഉൾപ്പെടെ ടൗണിലെ പ്രധാന മേഖലകളിലെ ഫുട്പാത്തുകൾ മുഴുവൻ ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിങ്ങും കൈയടക്കിയിരിക്കുകയാണ്. ഫുട്പാത്തുകൾ കയ്യേറിയതോടെ നാട്ടുകാരും വിനോദസഞ്ചാരികളും മാത്രമല്ല, ദിവസേന സ്കൂളിലേക്ക് പോകുകയും മടങ്ങുകയും ചെയ്യുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന റോഡിലൂടെയാണ് നടക്കേണ്ടി വരുന്നത്. തിരക്കേറിയ റോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ നടക്കേണ്ട സാഹചര്യം അപകട സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചെറിയ അപകടങ്ങളും വാഹനങ്ങൾ ദേഹത്ത് തട്ടുന്ന സംഭവങ്ങളും ഇവിടെ പതിവായി മാറിയിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വഴിയോര കച്ചവടക്കാരുടെ അനധികൃത കച്ചവടവും ഫുട്പാത്തുകളുടെ വലിയൊരു ഭാഗം കൈയടക്കിയിരിക്കുകയാണ്. ഇതും കാൽനടയാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നു. இந்த டூரிஸ்ட் கெஸ்ட் வர்றவங்க பைக் பார்க்கிங் இந்த கடைகள் உள்ள ஃபுட்பாத்ல நடக்கிறதுக்கு முடியல. கெஸ்ட் வர்றவங்க ரொம்ப பாதிக்கப்படுறாங்க. தமிழ்நாட்டில இருந்து வர்ற கடைக்காரங்க, சிறு கடைக்காரங்கலாம் வழியில பிளாட்ஃபார்ம்ல கடையை போறதுனால பெரியவங்க வயசானவங்க நடக்க முடியல, கீழே வலிக்க விழுந்துறாங்க. ഫുട്പാത്തുകളിലെ അനധികൃത പാർക്കിങ്ങും കയ്യേറ്റങ്ങളും അവസാനിപ്പിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കാനുള്ള സാഹചര്യം അടിയന്തരമായി ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.